ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്. ഒഴിച്ചുകൂടാൻ പറ്റാതെ എന്തെങ്കിലും ഒരു സാധനം പാക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഡ്രസ് അല്ലാതെ എന്തെങ്കിലും ഒരു നമ്മൾ എന്തിനാണോ പോകുന്നത് അതിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിന് ശേഷം മതി വിവാഹം എന്ന് ഞാൻ തന്നെ മനസ്സിൽ തീരുമാനിച്ചു. നല്ലൊരു ഡെസിഷൻ ആണത്. ഒരു കോഴിക്കോടുകാരി ആയാലും എന്തായാലും ഫുഡ് ഭയങ്കര ഇതായിരിക്കല്ലോ. എന്താ മിസ് ചെയ്യാം? കല്ലുമുട്ടായ മിസ് ചെയ്യും. MSc ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലേ? എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ് ഉണ്ടാക്കി തരുന്നത്? ഫ്രൈ ഉണ്ടാക്കി തരും, എഗ് ഫ്രൈ. എനിക്ക് നല്ലൊരു എന്താ പറയുക എൻവയൺമെന്റ് ഫ്രീഡം അവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് മാത്രം നമ്മൾ എന്തിനാണോ പോകുന്നത് അതിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹലോ, അപ്പം നമ്മൾ ഇന്നുള്ളത് ചന്ദനൻ്റെ വീട്ടിലാണ്. അപ്പം ആളുടെ സെൽഫ് ഇൻട്രോ ഫസ്റ്റ് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ചന്ദന. ഞാനിവിടെ കക്കോടി നിന്നാണ് വീട്. ഞാനിപ്പം യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡിൽ MSc ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത് ത്രൂ സ്റ്റെർലിങ്സ്. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. എന്താ പറയുക, ഒരു ഇതായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. സോ സ്വീറ്റ്. ലൈക്ക് വേറെ പല ഏജൻസി ആണെങ്കിൽ അത്രയ്ക്ക് എഫേർട്ട് ഇല്ല, ബട്ട് ദേ പുട്ട് എ ഗ്രേറ്റ് എഫേർട്ട് ലൈക്ക് എന്നെ പറഞ്ഞയക്കാൻ. ആൻഡ് എൻ്റെ അമ്മേനെ ഒരുപാട് സംശയങ്ങൾക്കൊക്കെ സഹായിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വിഷമമുണ്ടോ മോള് പോകുന്നതിന്? വിഷമൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ആയതുകൊണ്ട് അവൾ അവിടെ പോയി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് തന്നെ എല്ലാവരും വിളിക്കാറുണ്ട്. സ്റ്റെർലിക്സിന് ഇപ്പോൾ ക്വിക്കായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, സമാധാനിപ്പിക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പം മോള് പോയിട്ട് എന്താണ് അമ്മനെ കൊണ്ടുപോകുന്നുണ്ടോ അങ്ങോട്ടേക്ക്? ഇപ്പം കൊണ്ടുപോകുന്നതിനെ പറ്റി ആലോചിക്കുന്ന തൽക്കാലം ഞാനിപ്പോൾ അവിടെ പോയിട്ടൊന്ന് സെറ്റിലായിട്ട് ഫാമിലിനെ കൊണ്ടുപോകുന്നൊരു ആലോചന പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി ഭാവി പരിപാടി എന്താ വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യണം. അപ്പം പാക്കിംഗ് ഒക്കെ തുടങ്ങിയോ? പാക്കിങ് ഏകദേശം ഒരു വിധമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ യൂട്ടൻസിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇനി ബാക്കി. ഇവിടുന്ന് പോകുന്ന സമയത്ത് ലഗേജിൽ ഒഴിച്ചുകൂടാൻ പറ്റാതെ എന്തെങ്കിലും ഒരു സാധനം പാക്ക് ചെയ്യുന്നുണ്ടാവില്ല? എന്താ? ഡ്രസ് അല്ലാതെ എന്തെങ്കിലും ഒരു ഇമോഷണലി കണക്ഷൻ ഉള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടോ? ഇമോഷണലി കണക്ട് ചെയ്ത് എൻ്റെ ഫാമിലീൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്തായാലും മിസ്സാവും. ഇത്രയും വർഷം ഞാൻ എന്തായാലും മാറി നിൽക്കാൻ പോവാണ്. ഇതുവരെ എങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പിൽ കാണാണ്ട് നിന്നിട്ടില്ല. അപ്പോൾ അതെന്തായാലും മിസ് ചെയ്യും. അപ്പോൾ MSc ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലേ? ആ കോഴ്സ് എടുക്കാനുള്ള റീസൺ എന്താ? കോഴ്സ് ഞാനിപ്പം വർക്ക് ചെയ്തത് എന്താ പറയുക ആ ഒരു ഫീൽഡ് ആയതുകൊണ്ടായിരുന്നു ക്വാളിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ തിങ്ക് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് എൻ്റെ കരിയറിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എൻ്റെ ഫീൽഡിൽ. ഓക്കെ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം കേട്ടോ ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ്, എന്താ ഈ കോഴ്സ്, എന്താണ് സംഭവം? ഇത് ആക്ച്വലി ഇങ്ങനെ കൗൺസിലേഴ്സ് ആണോ, ആരാണ് സജസ്റ്റ് ചെയ്ത് കൊടുത്തതാണോ, അല്ലെങ്കിൽ? എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അതിൽ ബെറ്റർ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് തോന്നി. അപ്പം നമ്മൾ എന്താ പറയാ, കോളേജും കാര്യങ്ങളൊക്കെ ഇയാൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താണോ, അല്ലെങ്കിൽ? ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. അതെ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊസീജിയേഴ്സ് ഒക്കെ, ലൈക്ക് കോളേജിൽ? പ്രൊസീജിയർ കുറച്ച് സ്മൂത്ത് ആയിരുന്നു. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത് കൊണ്ട് കുറച്ച് സ്മൂത്ത് ആയിരുന്നു. എനിക്ക് അങ്ങോട്ടേക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒക്കെ ചോദിക്കുമ്പോൾ തന്നെ ഒക്കെ സംശയമൊക്കെ തീർത്ത് തന്നതുകൊണ്ട് തന്നെ കുറച്ച് ഒരുപാട് ഹെൽപ്പിംഗ് ആയിരുന്നു. അപ്പം വിസ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടന്നു. കാരണം എന്തൊക്കെ ചോദിക്കും വിസേൻ്റെ എന്തൊക്കെയാണെന്നൊക്കെ ആദ്യം പറഞ്ഞു തന്നതുകൊണ്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. നൈസ്. ഞാനൊരു ഫ്രഷ് ചോദ്യം ചോദിക്കാൻ പോവാണ്. ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്. പോവാണ്, ആദ്യമായിട്ടാണ് എയർപോർട്ട് പോയിട്ട് കയറാൻ പോകുന്നത്. സോ അതിൻ്റെ ടെൻഷൻ ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഏകദേശം ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ ഒരു രാജ്യത്ത് സെറ്റിൽ ആകുമ്പോൾ ഉള്ളൊരു ടെൻഷൻ അത്രേ ഉള്ളൂ. അമ്മ മോളെങ്ങനെയാണ്, നല്ലോണം വീട്ടുജോലിയൊക്കെ എടുക്കുമോ? അത്യാവശ്യം ഒക്കെ എന്നെ സഹായിക്കാറുണ്ട്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുക്കൊക്കെ ആളെന്നെ ചെയ്തോളൂ? അതൊക്കെ എനിക്ക് സമാധാനം, അത് മാത്രം സമാധാനം, അതൊക്കെ അവൾ ചെയ്തോളൂ. എന്താണ് എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ ഉണ്ടാക്കി തരുന്നത്? എന്താ ഫ്രൈ ഉണ്ടാക്കി തരും, എഗ് ഫ്രൈ. അവിടുത്തെ മാഗി മാത്രമായി പോവോ? ഭക്ഷണമൊക്കെ അവൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യും, പാത്രം എല്ലാം സഹായമൊക്കെ ചെയ്യാറുണ്ട്. വൃത്തിയാക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ സഹായിക്കാറുണ്ട്. അതിൽ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവൾ എന്ത് കഴിക്കും എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കോളും. അവിടെ എന്താ പലഹാരം ഇഷ്ടം? ഇപ്പോൾ ഒരു കോഴിക്കോടുകാരി ആയാലും എന്തായാലും ഫുഡ് ഭയങ്കര ഇതായിരിക്കല്ലോ. എന്താ മിസ് ചെയ്യാ ചോദിച്ചാൽ ഇവിടുത്തെ പലരും കല്ലുമുട്ടായ മിസ് ചെയ്യും. പിന്നെ അങ്ങനത്തെ സ്നാക്സ്. കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കാറില്ല? അതറിയാം. അപ്പം അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫോറിൻ ഫ്രണ്ട്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ
ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അവരെ അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. എന്താ എക്സ്പെക്ടേഷൻ ഉള്ള മോൾ അവിടെ പോയാൽ എങ്ങനെയായിരിക്കും? ഒരു അമ്മേന്റെ മനസ്സിലുള്ള ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാ? അതെ, ഞാനിപ്പോൾ അവളെ ഇപ്പോൾ പറഞ്ഞു വിടുന്നത് തന്നെ എന്താ പറയുക, സ്വന്തം കാലിൽ നിൽക്കണം. അവൾ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള മണി ഞാൻ തന്നെ ഏൺ ചെയ്യും, പിന്നെ വീടുണ്ടാക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മാരേജിൻ്റെ പ്രപ്പോസൽ ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ കുറേ നിർബന്ധിച്ചു, അതായത് നമുക്ക് അതാണല്ലോ ഫസ്റ്റ്. പക്ഷെ അവൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വെച്ചാൽ പിന്നെ ആലോചിച്ചു, ശരിയാണ് അവൾ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. അതിന് ശേഷം മതി വിവാഹം എന്ന് ഞാൻ തന്നെ മനസ്സിൽ തീരുമാനിച്ചു. നല്ലൊരു ഡിസിഷനാണത് അല്ലേ? ഫസ്റ്റ് നമ്മളെ ഫസ്റ്റ് അതെ, സെറ്റിൽ ആവാ, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യം നോക്കാം. അതിൽ അമ്മ നല്ല സപ്പോർട്ടാണല്ലേ, അത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം അങ്ങനെ ഒരു റെസ്പോൺസ് കേൾക്കുമ്പോൾ. പിന്നെ വേറെ എന്താണ് അമ്മേൻ്റെ ഏറ്റവും കൂടുതൽ എന്താ ലൈക്ക് അമ്മേനിൽ നിന്നൊന്നും മിസ് ചെയ്യാൻ? എന്താ അമ്മേനെ എന്തായാലും മിസ് ചെയ്യും, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടാവില്ല? അമ്മേൻ്റെ മിസ് ചെയ്യാൻ കൂടുതൽ സപ്പോർട്ടായിരിക്കും. അതിപ്പോൾ എവിടെ പോയാലും അമ്മേൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും എനിക്ക്. അത് പിന്നെ കാണാൻ പറ്റാണ്ടുള്ളൊരു സങ്കടം അങ്ങനെയൊക്കെ. ഓ, അത് കുഴപ്പമില്ല അല്ലേ, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആളവിടെ സെറ്റിലായി കഴിഞ്ഞാൽ എന്തായാലും അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകല്ലോ. എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കെപ്പോഴും അമ്മമാർക്ക് എപ്പോഴും നമ്മളെ വീടിനോട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ. അവിടെ പോയാൽ അത് എന്നും ടെൻഷൻ തന്നെയാണ് അമ്മമാർക്ക്. നമ്മൾ നന്നായിട്ട് നല്ല രീതിയിലൊരു വലിയ എന്താ പറയുക പഠിച്ച് നല്ല ഉയർന്ന ജോലിയിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നടക്കണം എന്നാണ് എനിക്ക്. അത് കണ്ടാൽ മതി. ആദ്യമേ എനിക്ക് എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എബ്രോഡ് പോകുന്ന കണ്ടിട്ടാണ് എനിക്കിങ്ങനെ എബ്രോഡ് പോയി പഠിക്കണം എന്നുള്ളൊരു തോട്ട് വന്നത്. അപ്പം ഞാൻ ഒരുപാട് ഏജൻസിനെ കോൺടാക്ട് ചെയ്തു. പക്ഷേ എനിക്കൊരു എന്താ കംഫർട്ട്, അവർ ജസ്റ്റ് പറയുന്നു പോകുന്നു അങ്ങനെയുള്ള. പിന്നെ ഒരുപാട് ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ സ്റ്റെർലിങ്സിൽ വന്ന് ഫസ്റ്റ് കോൺടാക്റ്റിൽ തന്നെ ഓക്കെ അവരെന്നെ പറഞ്ഞു തന്നു എനിക്ക് എബ്രോഡ് എങ്ങനെയാണ് യു കെ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ യു കെ ആയിരുന്നു. ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ തന്നു, കൗൺസിലൊക്കെ ഭയങ്കര ഓക്കെ ആയിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്തു ഭയങ്കരമായിട്ട്. അപ്പം തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ്, ആ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പം പിന്നെ ഞാൻ എന്തായാലും എൻ്റെ പിന്നെ നെക്സ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിനെ കൺവിൻസ് ചെയ്യുന്നു. അവിടെ എനിക്ക് ടാസ്ക് വന്നത്, അതിന് കുറച്ച് സമയം എടുത്ത്. സ്റ്റിൽ ഇപ്പോൾ നല്ല സപ്പോർട്ടാണ്. സോ അത് കഴിഞ്ഞു എൻ്റെ ഫാമിലിനെ കൺവിൻസ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് പ്രൊസീജിയറൊക്കെ തുടങ്ങി, കൗൺസിലർ ത്രൂ തുടങ്ങി. അങ്ങനെ ആപ്ലിക്കേഷൻ വെച്ചു. പിന്നെ എന്താ പറയുക കണ്ടീഷണൽ വന്നു, അവൻ കണ്ടീഷണലാക്കി. അങ്ങനെ എന്താ പറയുക ഇറ്റ് വാസ് വെരി ഗുഡ്. ലൈക്ക് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ സ്മൂത്തായിട്ട് പോയി സ്റ്റെർലിങ്സ് ത്രൂ. പിന്നെ ലൈക്ക് എന്താ പറയുക ഈ പുറത്ത് പഠിക്കണം എന്നുള്ളത് ഫ്രണ്ട്സിൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഫ്രണ്ട്സ് മാത്രമല്ല, എനിക്ക് ഒരു എന്താ പറയുക കുറച്ചും കൂടെ എഡ്യൂക്കേഷണൽ വൈസ് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെക്കാട്ടും കൂടുതൽ ബെറ്റർ എനിക്ക് അബ്രോഡാണ്. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കാരിയറും കൂടെ ബിൽഡ് ചെയ്യാൻ, തിരിച്ചിപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ എനിക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ കിട്ടും. സോ എന്തുകൊണ്ടും എനിക്ക് അബ്രോഡ് പോകുന്നതാണ് നല്ലത്. അപ്പോൾ സ്ഥലമാണോ ലണ്ടനാണോ? അപ്പം നമ്മളിപ്പോൾ പുറത്തേക്ക് ഒരാൾ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ വിചാരിക്കാം സ്ഥലം നോക്കിയിട്ട് ഈ ലണ്ടനിൽ പോയി പഠിക്കുക ആ ഒരു സംഭവമാണോ, അല്ലെങ്കിൽ റാദർ ദാൻ ആ കോഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലമാണോ? കോഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫസ്റ്റ് പഠിത്തം അങ്ങനെ ഒരു ഇതിൽ ഞാൻ പോയത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്ലേസ്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു കൺട്രി അല്ലേ, അപ്പം ആ കൺട്രീന് എന്തെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടോ മനസ്സിൽ? എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എക്സ്പെക്റ്റേഷനായിട്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക എൻവയൺമെൻറ്റ് ഫ്രീഡം അവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. മീൻസ് എൻ്റെതായ ഡിസിഷൻ എടുത്ത് എനിക്ക് പഠിക്കാം, ജോബ് നോക്കാം, അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതെന്തായാലും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആള് പോണ്ടിച്ചേരി ഗ്രാജുവേറ്റ് അല്ലേ, അപ്പം പുറത്ത് പഠിക്കുന്ന ഏകദേശം വീട്ടിൽ നിന്ന് വിട്ട് പഠിക്കുന്ന ഒരു സംഭവം അറിയാലോ. അപ്പം എന്താണ് ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാരോട് ഇപ്പോൾ പുറത്ത് പോയി പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് പുറത്ത് പോയി പഠിച്ച ഒരാൾക്ക് ബേബി, ഇപ്പം ഇയാൾ പോണ്ടിച്ചേരിയിൽ പഠിച്ചതാണ്, അപ്പം പോണ്ടിച്ചേരിയിൽ അവിടെ ഹോസ്റ്റലിൽ നിന്ന് സ്വന്തമായിട്ട് പഠിച്ചുള്ള ആളാണ്. അപ്പോൾ ഇതൊന്നും പഠിക്കാണ്ട് നേരെ പോകുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയണോ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പം അവിടെ എന്തായാലും ഒറ്റയ്ക്ക് പോയി നിൽക്കാൻ പോവാണ്. അപ്പം ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണോ? ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ, പുറത്ത് പോയി നിന്ന ആളല്ലേ.
പുറത്തു പോയി നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫാമിലീനെ മിസ് ചെയ്യും, പക്ഷെ അതൊന്നും എന്താ പറയുക മനസ്സിൽ വെക്കരുത്. ഫാമിലി മിസ് ചെയ്യും, ദാറ്റ്സ് ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മുടെ ഒരു ജോബ്, നമ്മുടെ ഒരു ലക്ഷ്യം അത് നിറവേറ്റിയാൽ മതി, പിന്നെ ഒക്കെ ഓക്കെയാണ്. അത് മാത്രം നമ്മൾ എന്തിനാണോ പോകുന്നത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നോ, നെഗറ്റീവാണോ പോസിറ്റീവാണോ എടുക്കുക, നെഗറ്റീവാണോ തള്ളിക്കളയുക. ആ ഒരു സംഭവം അല്ലേ. നമുക്ക് ഇവർക്ക് ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ഫ്രം സ്റ്റെർലിംഗ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും സ്റ്റെർലിംഗിലൂടെ സാറ്റിസ്ഫൈഡ് അല്ലേ? ആളുടെ കറക്റ്റ് ആൾക്കാർ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്തെന്നൊരു വിശ്വാസം. അത് മതി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫുൾ ഹെൽപ്ഫുൾ ആയിരിക്കും എന്തായാലും. ഒരു ഉഷാറിലൊരു ടാറ്റാ.